ഫാറൂഖ് സാഹിബ് അവർ സംസാരിക്കും. അവരോട് ക്ഷണിക്കും. الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ബഹുമാന്യ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത ഹാമിദ് ഫലായി, സ്വാഗതം നിർവഹിച്ച സാബിത് വഹാബി, ഖിറാഅത്തിന് നിർവഹിച്ച ഉബൈദ് ഉസ്താദ്, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യരായ ആളുകളെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏതാണ്ട് അതിനെക്കുറിച്ച് ഒരു പ്രഭാഷണ അധിക പ്രസംഗമായിരിക്കും. കാരണം നമ്മളൊക്കെ തൊട്ടറിഞ്ഞ ഒരാളാണല്ലോ ഇവിടെ മറപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ ഈ നാട്ടുകാരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ശരിക്കും ഉസ്താദിൻ്റെ ഈ സന്ദേശവും ജീവിത ശരികളുമൊക്കെ നമ്മളല്ലാത്തൊരു സമൂഹത്തിന് മുമ്പിലാണ് അവതരിപ്പിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ചരിത്ര പ്രസംഗങ്ങളിലും വയലുകളിലും കഥാപ്രസംഗങ്ങളിലൊക്കെ തന്നെ മഹാന്മാരായ വലിയ ആളുകളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇബ്രാഹിം നദീം തങ്ങൾ പോലുള്ള, അതുപോലെ തന്നെയുള്ള വലിയ മഹാന്മാരുടെ മഷാഹിന്മാരുടെ ഒക്കെ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഉസ്താദിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് അങ്ങനത്തെ ആളുകൾക്കാണ് ഈ സന്ദേശം എത്തിക്കുക. തങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത്തരം ആളുകളിലേക്കാണ് എത്തേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ സഹവസിക്കുകയും അദ്ദേഹത്തെ അറിയുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ വില പലപ്പോഴും അങ്ങനെയാണല്ലോ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് അവിടുത്തെ ആ വലിപ്പത്തെക്കുറിച്ച് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ തന്നെ അവിടുത്തെ അറിയുമെങ്കിലും ഞങ്ങൾ തമ്മിലുള്ളൊരു വിവാഹബന്ധത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ മകനുമേയുള്ള എൻ്റെ മകളുമേയുള്ള വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധം കൂടുതൽ സുദൃഢമാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പലപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മുടെ മകളുടെ വീട്ടിൽ വരുന്ന ഒരു സ്വാതന്ത്ര്യമല്ല പലപ്പോഴും ഞാൻ എടുക്കാറ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പലപ്പോഴും ഒരു മുത്തൈലിം എന്ന നിലക്ക്, ഒരു ജാഹിൽ എന്ന നിലക്ക് പലപ്പോഴും എൻ്റെ പെരുമാറ്റത്തിൽ പോലും പലപ്പോഴും അരോചകത അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും. കാരണം അത്ര പലതും ആയി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കും, അദ്ദേഹം ആ സുഖമില്ലാതെ വളരെ വിഷമിച്ചുകൊണ്ട് സുന്നത്തസ്കാരങ്ങൾ പോലും ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, അല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് അള്ള കുറേ അളവൊക്കെ തന്നിട്ടില്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ തമാശക്ക് ചോദിക്കും. അപ്പോൾ ചിരിച്ചു കളയും. അപ്പം അങ്ങനെ പലപ്പോഴും ഇബാദത്തുകളുടെ കാര്യത്തിൽ അത്ര സൂക്ഷ്മത പാലിക്കാന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിശുദ്ധ ഖുർആൻ പലപ്പോഴും പ്രബോധനത്തിന് വേണ്ടി നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ഉള്ളിലുള്ള ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് സംസാരിക്കാറ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ ഖിറാഅത്താണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവങ്ങൾ ഉണ്ടായത് ഒരു മുജിസത്ത് പോലെ പ്രവാചകന്മാർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന കറാമത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഖുർആൻ്റെ വലിയൊരു ശേഷി അദ്ദേഹത്തിൽ പ്രകടമായതെന്ന് വെച്ചാൽ അദ്ദേഹം നന്നായി ഖുർആൻ ഓതുമായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുമായിരുന്നു. ആ പാരായണത്തിൻ്റെ സിദ്ധിയാണ്, അതിൻ്റെ ആ ഒരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം പോലും, 2 വിവാഹ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായത് പോലും ആ കാരണം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവിടെ വിശദീകരിച്ച മാണിയൂർ എന്ന് പറയുന്ന മണിയൂർ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ അളിയൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ദിവസം ഇവിടെ നിന്ന് പറയുകയുണ്ടായി. വലിയൊരു പണ്ഡിത കുടുംബത്തിലെ മണിയൂർ ഉസ്താദിൻ്റെ വാപ്പ വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം കണ്ണൂരിലുള്ള പള്ളിയിൽ ജമാഅത്തിന് ഇടയ്ക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെ സുലൈമാൻ ഉസ്താദ് ഉണ്ടായിരുന്നു. ആ സുലൈമാൻ ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ടാണ് താങ്കളെ എനിക്ക് പുതിയാപ്പിളായിട്ട് വേണമെന്ന് പറയുകയും അങ്ങനെയാണ് അവിടെ ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഇവിടെ ഉണ്ടായ വിവാഹം അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ അമിനത്താത്തയുടെ ആങ്ങള ഒരിക്കൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിൽ ആകൃഷ്ടരായിട്ടാണ് അദ്ദേഹത്തെ ഈ വിവാഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 2ാമതൊരു വിവാഹം കൂടി അദ്ദേഹം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു നമ്മൾ പലപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, സാരാംശങ്ങൾക്ക് ഒരുപാട് ഫായ്ദയുണ്ട്, ഒരു അർഫിന് പോലും വലിയ ഫായ്ദയുണ്ട്. പക്ഷേ അത് ഓതുമ്പോൾ ഇത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അപ്പോൾ ഖിറാഅത്ത് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെ ഇപ്പോൾ 12 മക്കളോളം ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്. 1-2 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. 2 മക്കൾ പെൺകുട്ടികൾ കണ്ണൂരിലും ബാക്കി 10 പേര് ഇവിടെയും, 4 പെൺകുട്ടികളും 6 ആൺകുട്ടികളും ഇവിടെയും.
ആ കുടുംബത്തെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനത്തെ ഒരു ഭാഗ്യം. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാർക്കല്ലാതെ അങ്ങനെ ഒരു നിയ്യത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. പല പണ്ഡിതന്മാർക്കും സാധിച്ചിട്ടില്ല. നമ്മളിപ്പം പഠിക്കുന്ന പല പണ്ഡിതന്മാരുണ്ട്, മദ്ഹബിന് ഇമാമികളുണ്ട്, അതുപോലെ തന്നെ വലിയ ഇമാം നവവി തങ്ങളെപ്പോലുള്ള വലിയ വലിയ ആ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രത്തിൽ പരിശോധിച്ചു അവരിൽ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ കുടുംബത്തിൽ മക്കൾ തലമുറകളായിട്ട് ഈ ആലിമ്യങ്ങൾ വന്നിട്ടുള്ളൂ. അവർ ആലിമ്യങ്ങളായിരിക്കും, അവർ വലിയ പണ്ഡിതന്മാരായിരിക്കും, മുഫ്തികളായിരിക്കും, അതുപോലെ തന്നെ അവർ മദ്ഹബിന് ഇമാമിങ്ങളായിരിക്കും. പക്ഷെ മക്കൾ ആ ഒരു വഴിയിലേക്ക് അവരുടെ പലരുടെയും മക്കൾ അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ സമീപകാല പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്തൊക്കെ പരിശോധിക്കും. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെ പണ്ഡിതന്മാരെ എന്നുള്ളതാണ്. ആൺകുട്ടികളൊക്കെ തന്നെ ബിരുദാരികളും പണ്ഡിതന്മാരും കാരികളും അതുപോലെ തന്നെ ഹാഫിളികളും ഒക്കെ ആയി. പെൺകുട്ടികൾക്ക് അവിടെ വിവാഹം ചെയ്ത് കൊടുത്തതൊക്കെ തന്നെ വലിയ പണ്ഡിതന്മാർക്കാണ്, ബിരുദധാരികളായ ആളുകൾക്കാണ്. അതിൽ റഹ്മാനികളുണ്ട്, ഫൈസിയുണ്ട്, ബാക്കബിയുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കാണ് അദ്ദേഹം വിവാഹം ചെയ്ത് കൊടുത്തത്. പിന്നെ പെൺകുട്ടികൾക്കാവട്ടെ അവർ സാധാരണഗതിയിൽ നിന്നുപരി അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ ദർസ് കൊടുത്തി കൊടുക്കുകയായി. അപ്പം അങ്ങനെ ഇൽമിൻ്റെ ഒരു സംഗതി എന്താ പറയുക, ഇൽമിൻ്റെ ഒരു സ്ഥലം തന്നെയായിരുന്നു. അദ്ദേഹം വ്യാപരിച്ചിരുന്ന പള്ളി മാത്രമല്ല വീടും. ഫലാഹിയുടെ ചരിത്രം ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചു. ഫലാഹിയല്ല സത്യം പറച്ച അദ്ദേഹം ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടാണ് ആ സ്ഥാപനം കെട്ടിപ്പടുത്തുണ്ടാക്കിയത്. അവിടുത്തെ ആളുകളിൽ പലരും അതിനെ എതിർത്തിരുന്നു പല കാരണങ്ങൾ കൊണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരെ അദ്ദേഹത്തിന് ഒരിക്കൽ പോകേണ്ടി വന്നു, അത് അതിൻ്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട്. പക്ഷേ പോലീസുകാരോട് അവിടുത്തെ രാഷ്ട്രീയ സ്വാധീനവും അവിടുത്തെ സാമ്പത്തിക സ്വാധീനവും വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കാനാണ് വിളിച്ചു വരുത്തിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പ് കൊണ്ടുമൊക്കെ പോലീസുകാർ അദ്ദേഹത്തെ ഇരുത്തി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തോട് കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഏത് സത്യത്തിന് വേണ്ടി തങ്ങൾ പറഞ്ഞു ഒരു വാക്ക് പോലും കളവായിട്ട് പറയുകയോ, ആമിത് പറഞ്ഞു വീട്ടിൽ നിന്ന് പോലും ഒരു തമാശക്ക് പോലും ഒരു കളവ് പറയുകയും ചെയ്യാത്ത അത്രയും സൂക്ഷ്മമായിട്ട് സത്യമാണ്. പിന്നെ ഇതിനൊക്കെ ഒരു തൗഫീഖ് എന്ന് പറഞ്ഞ സാധനം വളരെ പ്രധാനമാണ്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും നമ്മൾ എത്ര ചെയ്താലും ശ്രമിച്ചാലും പലപ്പോഴും നമുക്ക് അത് സാധിക്കില്ല. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് സാധിക്കുന്നവരാണ്, പക്ഷേ പലർക്കും അത് സാധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഒന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ വളരെ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. പല കാര്യത്തിലും, സാമ്പത്തിക ഇടപാടുകളിലാവട്ടെ, പറഞ്ഞ വാക്കുകൾ വാഗ്ദാനം പാലിക്കുന്ന കാര്യത്തിലാവട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളിലാവട്ടെ, വിശുദ്ധ ഖുർആൻ ഓതുന്നതിലാവട്ടെ, അങ്ങനെ ഏത് കാര്യത്തിലാവട്ടെ കൃത്യമായി അത് കൊണ്ടുപോകാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ ശാരീരിക ക്ഷീണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈപോകും. എന്നാൽ അത് വളരെ കണിശമായി പാലിക്കുകയും അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുകയും സുഖമില്ലാത്തപ്പോൾ പോലും പള്ളിയിൽ കൃത്യമായി കഴിഞ്ഞ റമദാനിലൊക്കെ തന്നെ ഹാജരാകുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒരു മനക്കരുത്താണ് പ്രധാനം. പിന്നെ കിടന്നു പോകുന്നൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ള വലിയൊരു കാര്യം. റമദാനിൻ്റെ 1944 റമദാനിൻ്റെ ആദ്യത്തെ രാവിലാണ് അദ്ദേഹം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം തങ്ങൾ പറഞ്ഞ പോലെ ഇൽമ തേടിപ്പോയിരുന്നു. പഠിച്ചവൻ അങ്ങനെയാണ്, ഓരോരുത്തരും അല്ല തിരഞ്ഞെടുക്കുകയാണ്. നമ്മളായിരിക്കും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നതൊക്കെ ഇസ്ലാമിനെ കണ്ടും പഠിച്ചിട്ടോ കാണുന്നത്. ശരിക്കും അതല്ലല്ലോ. അങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് ആൾക്കാർ പോകാൻ പാടില്ലല്ലോ. ഇസ്ലാമിൽ നിന്ന് കുറേ ആൾക്കാർ പോയി പോകണില്ലേ? അപ്പോൾ ഈ ഇസ്ലാമിൽ നിൽക്കുക അല്ലെങ്കിൽ ദീനിനെ മനസ്സിലാക്കി അള്ളാഹിനെ കിട്ടുക എന്ന് പറയുന്നത്, അള്ളാഹിനെ കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. അള്ളാഹ് തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അതിപ്പോൾ അള്ളാഹ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം പിന്നെ എളാപ്പന്മാർക്കും പലർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അള്ളാഹ് അത് തിരഞ്ഞെടുക്കുകയാണ്, ഓരോരുത്തരും അള്ളാഹ് തിരഞ്ഞെടുക്കുകയാണ്. അവർക്ക് പേടിക്കേണ്ട, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അങ്ങനത്തെ ആളുകൾ അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നവർ, അള്ളാഹ് അത് പറഞ്ഞിരിക്കുന്നത് സൂറത്ത് യൂനുസിൽ 62-ാമത്തെ ആയത്തിൽ തൊട്ടുമ്പലത്തെ ആയത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അള്ളാഹു സാന്ത്വനിപ്പിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് ധാരാളം പിന്നെ എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ റസൂലിനോട് അള്ളാഹ് പറയുകയാണ്, താങ്കൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഒരു അണിമണി തൂക്കമാണെങ്കിൽ പോലും ഞാൻ അറിയുന്നുണ്ട്. താങ്കൾ വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ അതേപോലെ നിരാശനാവേണ്ടെന്ന് പറഞ്ഞ ശേഷമാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഭയപ്പെടണം. അള്ളാഹ് ഔലിയാക്കളുടെ ആ കാര്യം പറഞ്ഞ് പ്രവാചകനോട് സംസാരിച്ചുകൊണ്ടാണ്. അല്ലാതെ നാമനു വക്കാനും എത്തക്കുനും അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയുള്ള തഖ്വയുള്ളവരാണ്, വിശ്വസിച്ചവരുമാണ്. പിന്നെ ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഹിറത്തി, അവർക്ക് ദുനിയാവിലും സന്തോഷമുണ്ട് ആഹിറത്തിലും സന്തോഷമുണ്ടെന്നാണ്. അപ്പോൾ അത്രയൊക്കെ അള്ളാഹ് പറയാണ്ട് എത്രമാത്രം പറയുന്നത്, ലാ തബ്ദീല ലികലിമാത്തി, അള്ളാഹിൻ്റെ വാക്കുകൾ അള്ളാഹ് മാറ്റുകയില്ല. പിന്നെയോ ദാലികുൽ ഫൗസുൽ, അതെത്ര വ്യക്തമായ നല്ല സന്തോഷമായ കാര്യമാണ്, എത്ര സുന്ദരമായ കാര്യമാണത് എന്ന് അള്ളാഹ് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അള്ളാഹ് ഔലിയാക്കളായി തിരഞ്ഞെടുത്ത ആളുകൾ. അപ്പോൾ തങ്ങൾ പറഞ്ഞു കിയനോർ പിന്നെ ഓരോ ജീവിതം ഞാൻ അനുഭവിച്ച ഒരാൾ കൂടിയാണ്, അതുകൊണ്ടാണ് പങ്കുവെക്കാൻ താല്പര്യം. അവരുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. അവർ സാധാ ദിക്കറുകളും ദുആയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഒരാളെ കാണുമ്പോൾ ആ തസ്ബീഹ് മാല ഉണ്ടാവില്ല, കയ്യിൽ നിന്ന് മാറ്റി വെക്കും. എന്തുകൊണ്ട്? റിയാ വരാതിരിക്കാൻ. ആളുകളിൽ നിന്ന് ഞാൻ
ഞാനൊരു ലോകമാന്യം ചെയ്യുന്ന ആളാണ്, ഞാൻ ദിക്റ് ചെല്ലുന്നവനാണെന്ന് തോന്നിപ്പോയാൽ അത് എനിക്കത് അയാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ചെയ്തതെന്ന് പഠിച്ചോൻ വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കുന്നതൊക്കെ കാര്യം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കേവനവരുടെ നിസ്കാരവും ഇതൊക്കെ കണ്ടാൽ നമുക്ക് ആകെ നമ്മൾ തന്നെ ആകെ ഇതായിപ്പോവും, സ്വിപ്പായി പോവും. അത്ര സിമ്പിളായിട്ട് എന്നൊന്ന് കൊടുത്ത് അവിടെ നിന്ന് ഏത് കുട്ടിയാണ് നിസ്കരിക്കുന്നത് അവരെ തുടരും. അങ്ങനെ അത്ര നിസ്കാരത്തിൻ്റെ കാര്യത്തിലെത്തും. പിന്നെ ഇൽമിൻ്റെ കാര്യത്തിൽ അവരെ പോലെ ആരാളുള്ളത്? ആ പ്രായമായ കാലത്തും ദർസിൽ വന്നിട്ട് കിടന്നു പോലും അദ്ദേഹം കിതാബ് ഓതി, ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, കിതാബ് ഓതി കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ പോയി തങ്ങൾ പറഞ്ഞു, അന്നത്തെ കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതിരിക്കുക, ഭക്ഷണത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദർസുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചിരുന്നത്. ഇപ്പോൾ വയനാടിൻ്റെയും കൂടല്ലൂരിൻ്റെയും ഒക്കെ ഭാഗങ്ങളിൽ നിന്ന് ദർസ് കുട്ടികളെ ധാരാളമായി കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ വീട്ടിൽ അവസ്ഥയില്ലാതിരിക്കുമ്പോഴാണ് ദർസ് എന്ന് പറയുന്ന സംഗതികളിലേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ ദർസിൽ പോയാൽ അല്ലെങ്കിൽ അറബി കോളേജിൽ പോയാൽ കൃത്യമായി 3 നേരം ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ, ചെലവ് പറയുന്ന ഭക്ഷണം കിട്ടുമല്ലോ എന്നുള്ള ആ വിശ്വാസത്തിലാണ് കുട്ടികളെ പലപ്പോഴും ദർസിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരുന്നത്. സാമ്പത്തികമായി ഞെരുക്കളുള്ള കുട്ടികളിൽ നിന്നാണ് അത്തരം ദർസ് പണ്ഡിതന്മാർ വളർന്നു വന്നത്. അതിരിക്കട്ടെ, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ അന്ന് അത്തരം സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള ഒരു സമയത്ത് പോലും ഞാൻ എൻ്റെ സ്വന്തം ചെലവ് എടുത്തോളാം, എൻ്റെ ചെലവ് ഞാൻ എടുത്തോളാം, എനിക്ക് കിതാബ് പോയി തന്നാൽ മതി എന്ന് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓർക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് സുന്നത്തായി തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് കറാഹത്തായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹിനെ പേടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് നിർബന്ധമാണ് എന്നാണ് അവർ പറയുന്നത്. അവരെ പലപ്പോഴും അവരുടെ സൂഫികളുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അവർ തസ്ബീഹ് ഓരോ നമസ്കാരത്തിലും നമ്മൾ തസ്ബീഹ് ചിലപ്പം ചെല്ലുക പോലുമില്ല. ചിലപ്പോൾ ഒന്നെങ്കിൽ ചെല്ലിയാലായി, സുജൂദിലും റുക്കൂലും ഒക്കെയുള്ള തസ്ബീഹകൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുള്ളൂ, അല്ലെ അപ്പോൾ അത്തയ്യാത്ത് പൂർണ്ണമായി നമ്മൾ ഓതില്ല. പക്ഷെ പലപ്പോഴും സുന്നത്തുകളെ നമ്മൾ ഒഴിവാക്കും, കറാഹത്തുകളെ പലപ്പോഴും നമ്മൾ കുറ്റമില്ലല്ലോ എന്ന് കരുതി നമ്മൾ സ്വീകരിക്കും. എന്നാൽ അവർ പറയുന്ന ഒരു കറാഹത്ത് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമിന് തുല്യമാണ്. ഒരു സുന്നത്ത് എടുക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധത്തിൻ്റെ അതിൻ്റെ ആ ഘട്ടത്തിലേക്കാണ് വരിക എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അത്ര ഒരു ഫർദിൻ്റെ ഘട്ടത്തിലേക്കാണ് അവർ സാധ്യത്തിൽ ഒരു തസ്ബീഹ് ചെല്ലുന്നത് 3 ചെല്ലുന്ന നിർബന്ധമായ ഒരു കർമ്മമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോന്നും കൊണ്ടുവരിക അതൊക്കെ സാധിക്കുന്ന കാര്യമായിട്ടല്ല, എന്നാലും നമുക്കതിൽ പഠിക്കാൻ കുറേ ഉണ്ട്. ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ശരിക്കും മനുഷ്യൻ സാധിക്കും, ആളുകൾക്ക് സാധിക്കും. ദുർബലനായ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കാണിച്ച് ജീവിച്ച് നമ്മുടെ മുന്നിലൂടെ അങ്ങനെ ജീവിച്ച് കാണിച്ചു തന്ന ഒരാളാണ് ഇവിടെ മറുപടി എടുക്കുന്നത്. മാത്രമല്ല ഞാൻ ദീർഘിപ്പിക്കുന്നത്, കാരണം ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പറയാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇമാം തങ്ങൾ പറഞ്ഞതിനോട് അനുബന്ധമായി ചെറിയ കാര്യം കൂടി പറയാണ്. അദ്ദേഹം കിയാൻ ഓരോരുത്ത് പോയി പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചപ്പോൾ ഞാൻ ഓർത്തു പോയത് ഇമാം ഷാഫി തങ്ങൾ, നമ്മൾ ഇമാം ഷാഫി തങ്ങൾ പ്രത്യേകം ഇമാം മാലിക്കി തങ്ങൾ മദീനയിലെ ആയിരുന്നു. ഇമാം മാലിക്കി തങ്ങളുടെ ആയിരുന്നു. ഇമാം മാലിക്കി തങ്ങൾ അന്നത്തെ അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിലെ ആദ്യത്തെ മദ്ഹബിൻ്റെ ഇമാം എന്ന് അറിയപ്പെടുന്നത് ഇമാം മാലിക്കി തങ്ങളാണ്. ഇമാം മാലിക്കി തങ്ങളെടുത്ത് ഇമാം മുവത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥം വളരെ പ്രധാനമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രചാരം കേട്ട അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി തങ്ങൾക്ക് അന്ന് ഇമാമായിട്ടില്ല, കുട്ടിയാണ്. അപ്പോൾ തങ്ങൾ എനിക്ക് മാലിക്കി തങ്ങളുടെ അടുത്ത് കിതാബ് ഓതണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തെ സമീപിക്കാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ മക്ക ഗവർണറുടെ കത്ത് വാങ്ങി, മദീന ഗവർണർക്ക് ഒരു ശുപാർശ കത്ത് വാങ്ങി. അങ്ങനെ മദീന ഗവർണർ പോയി കണ്ടു, ഇതെങ്ങനെ ഒരു ശുപാർശ കത്തുണ്ട്, ഇമാം മാലിക്കി തങ്ങളെടുത്ത് നിങ്ങളൊന്ന് പറയണം എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കാൻ. അപ്പോൾ ഇമാം മദീനയിലെ ഗവർണർ പറഞ്ഞു, മോനെ നീ അത് പറയുന്നത് എനിക്ക് എന്താ പറയുക, എനിക്ക് അത്ര ഭാരപ്പെട്ട ഒരു പണി വേറല്ല. കാരണം ഇമാം മാലിക്കി തങ്ങൾ ഞാൻ പറയുമ്പോൾ ഒന്നും കേൾക്കൂല, അദ്ദേഹത്തെ ഗവർണർമാരെ വകവെക്ക് പോലുമില്ല. ഞാൻ അവിടെ വന്നുകൊണ്ട് ഞാൻ വഷളാവുള്ളൂ, ഞാൻ വേറെ എന്തെങ്കിലും പണി എന്നോട് പറയാൻ പറ്റുമോ ഞാൻ ചെയ്തുതരാം. എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഗവർണർമാരൊന്നും അദ്ദേഹം പരിഗണിക്കില്ല എന്നുണ്ട്. ഏതോ ആവട്ടെ മക്ക ഗവർണർ കത്തല്ലേ എന്ന് പരിഗണിച്ചുകൊണ്ട് മദീന ഗവർണർ ഇമാം ഷാഫി തങ്ങൾ മാലിക്കി ഇമാമിനെ കാണാൻ പോവാണ്. അപ്പോൾ മാലിക്കി ഇമാമിനെ കാണാൻ പോയപ്പോൾ അവിടെ വാതിൽ മുട്ടി തുറന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വേലക്കാരത്തി വന്നു. എന്താന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് മദീന ഗവർണർ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതേയാണല്ലോ അറിയപ്പെടുന്ന ആള്. ഷാഫി തങ്ങൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും വേലക്കാരത്തി ഒത്തുപോയി. കുറേ നേരം കഴിഞ്ഞിട്ടും വരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് വന്നു. അവർ പറഞ്ഞു ഇമാം കുറച്ച് വിശ്രമത്തിലാണ്, നിങ്ങൾ പിന്നെ വരുന്നുണ്ട്. ഗവർണറോടാണ്. അപ്പോൾ ഗവർണർ പറഞ്ഞു, അല്ല എൻ്റെ കൂടെ ഒരു ആളുണ്ട്, ഒരു ശുപാർശക്കത്തുണ്ട് മക്ക ഗവർണർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആ കത്ത് മാലിക് ഇമാമിന് കൈമാറുന്നത്. അപ്പോൾ മാലിക് ഇമാം കത്ത് വായിച്ചിട്ട് പറഞ്ഞു, എന്താണിത്, അള്ളാഹുവിൻ്റെ ഇൽമ നേടാൻ വേണ്ടി ശുപാർശ കത്തോ? അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുകയും അദ്ദേഹം ഫിറാസാത്ത് അഥവാ മുഖലക്ഷണം അറിയുന്ന ഒരു വലിയ മഹാനായിരുന്നു മാലിക് ഇമാം. അദ്ദേഹം ഇമാം ഷാഫി തങ്ങളെ കണ്ടപ്പോൾ തന്നെ ആ മുഖത്ത് നോക്കി, മോനെ നിന്നിൽ ഞാൻ വലിയൊരാൾ കാണുന്നുണ്ട് എന്ന്
അദ്ദേഹം പറയുകയും അങ്ങനെ ശിഷ്യനെ സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വലിയ വലിയ ആളുകൾക്കുള്ള ഒരു ലക്ഷ്യം അതാണ്. ഇപ്പോൾ സുലൈമാൻ മുസ്ലിയാർ പോയി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചിലവ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ കീഴനവർക്കും ആ അനുഭവം ഉണ്ടായി കാണണം. ഇതേ വലിയൊരു മഹാനായ ഒരു പണ്ഡിതൻ്റെ പിറവി ആ മുഖത്ത് കീഴനൂർ കണ്ടിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ജീവിതം മുഴുക്കെ ഇങ്ങനെ നമുക്ക് നിർബന്ധമായ ഘടകങ്ങൾ തന്നെ പൂർത്തീകരിക്കാൻ പലപ്പോഴും സാധിക്കാത്ത നമ്മളിടയിൽ നിർബന്ധമായ ഘടകങ്ങൾക്കും ഫർളുകൾക്കും പുറമെ സുന്നത്തുകൾ എടുക്കുകയും കറാഹത്തുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും കുടുംബത്തെ ആസകലം കുടുംബത്തെ ബന്ധപ്പെട്ടവരൊക്കെ മക്കളെ മാത്രമല്ല മക്കളുമായി ബന്ധപ്പെട്ട മരുമക്കളെയും എല്ലാം തന്നെ ദീനിയായ ഒരു വിഷയത്തിൽ ആ ഒരു ധാരയിലേക്ക് കൊണ്ടുവരികയും ഈ നാട്ടിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരുന്ന പള്ളി അവിടെ മൈക്ക് വെച്ചു. അദ്ദേഹം വളരെ സൗമ്യമേ അവരോട് പറഞ്ഞു, നാട്ടുകാരോടുണ്ട് പലരും ഉണ്ട്, അപ്പോൾ അത് ഒഴിവാക്കാൻ പറഞ്ഞു. അവർ കേട്ടില്ല. അങ്ങനെ അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു പരിപാടി വെച്ചു അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ. പക്ഷേ ആ പരിപാടി വെച്ചപ്പോൾ തങ്ങളടക്കം പങ്കെടുത്തൊരു പരിപാടിയാണ്. ആ പരിപാടി എനിക്കും പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് അതിൻ്റെ വാതിലുകളൊക്കെ അടച്ചിട്ട് ആളുകളെ കൊണ്ട് കേൾപ്പിക്കരുതെന്നുള്ള നിർബന്ധബുദ്ധി നാട്ടുകാർ കാണിക്കുക. കാരണം അതെന്തോ ഒരു മോശമുള്ള ഏർപ്പാടാണ്, നമ്മളീ പറഞ്ഞു വെക്കുന്നതായിരുന്നു അവരുടെ ധാരണ. കാരണം നിലവിൽ അങ്ങനെയാണല്ലോ, മൈക്കില്ലാത്തൊരു സംഗതിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആശയം പറയുക എന്ന് പറയുമ്പോൾ അതിനോട് വിമുഖത കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ ഒരു സുഹൃത്ത് വരാറുണ്ട്, മൂസിന്ന്. ഇന്നും ഞാൻ എൻ്റെ കൂടെ വന്ന്, അപ്പോൾ മരിക്കുന്നതിനെ കുറച്ച് ദിവസം പോകുമ്പോൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാനിവിടെ പള്ളി നിസ്കരിക്കാൻ വന്ന ഉസ്താദി കുറേ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് കുറേ നേരം സംസാരിച്ചൊക്കെ മൈക്കിൻ്റെ വിഷയവും അതുപോലെ തന്നെ സക്കാത്തിൻ്റെ വിഷയമൊക്കെ എന്നോട് സംസാരിച്ച് കുറേ നേരം സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരാളോട് സംസാരിക്കുന്ന അവസരം കിട്ടുമ്പോൾ പോലും ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുക, അവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ അവിടെ മീറ്റിംഗ് നടന്നു. പിന്നെ ആ അടിസ്ഥാനത്തിൽ ഇനി പള്ളിക്ക് എന്ത് ചെയ്യും, സ്വന്തം വീട്ടിൽ കുറേ നേരം നമസ്കാരങ്ങൾ നിർവഹിച്ചു. ഉടനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പള്ളിയുടെ സെറ്റപ്പ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടായത്. അതൊക്കെ അള്ളാൻ്റെ ഒരു കഥയാണ്. അദ്ദേഹത്തെ അതുപോലെ തന്നെ ഇവിടെ ഈ പള്ളിയുടെ ചാരത്ത് തന്നെ നമുക്കിപ്പോഴും കാണാനും അദ്ദേഹത്തോട് സങ്കടങ്ങൾ പറയാനുമൊക്കെ ഉള്ള ഒരു അവസരം അള്ളാഹു ഒരുക്കിത്തരും ചെയ്തു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദർജകൾ ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട രാമന്തൽ സയ്യിദ് മുഹമ്മദ് തങ്ങളുടെയും നമ്മൾ മറക്കുന്നത്, അതുപോലെ തന്നെ കിയനൂരുടെയും കുത്ബി തങ്ങളുടെയും വണ്ടൂർ ഷെയ്ഖുനായുടെയും നമ്മൾ മറക്കതും അവിടെയൊക്കെ ഹെക്ക് ബർക്കത്തും അതിന് മുത്തൂസ് അവിടുത്തെ മഹദായ ഫضലുണ്ട്. നമ്മുടെയൊക്കെ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും വിജയിച്ച് തെരുമാറാകട്ടെ. അവരുടെയൊക്കെ ഹക്കി ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിരുമാറാകട്ടെ. ഇതൊക്കെ അള്ളാഹു ഒരു സോലിയ അമലെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.